ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. جدد حياة القلب بالقرآن. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ വീഡിയോ ക്വിസ് കോമ്പറ്റീഷന്റെ ഭാഗമായി നടത്തപ്പെടുന്ന സന്ദേശ ഭാഷണത്തിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അതുല്യമായ അനുഗ്രഹത്തിന്റെ ഭാഗമായി ഒരു മാസക്കാലം നമുക്ക് നോമ്പനുഷ്ഠിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ, ഇനിയും ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനുള്ള ആരോഗ്യത്തോടുകൂടെയുള്ള ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നമുക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സ്നേഹജനങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വ്രതാനുഷ്ഠാനങ്ങളിലും സൽക്കർമ്മങ്ങളിലും മുഴുകി അള്ളാഹുവിനു വേണ്ടി സമർപ്പിത ജീവിതം നിർവഹിച്ചതിന് ശേഷം ഒരു ആനന്ദമെന്നോളം സന്തോഷമെന്നോളം അള്ളാഹു നമുക്ക് നൽകിയ ഒരു സുദിനമാണ് ചെറിയ പെരുന്നാൾ ദിവസം. അള്ളാഹു അത് സന്തോഷപൂർവ്വം ആഘോഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഇന്നത്തെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൻ നഹ്ൽ 92-ാമത്തെ ആയത്തിൽ നമ്മോട് പറയുന്ന ഒരു ഉപമയുണ്ട്. വലാ തകൂനു കല്ലത്തി നഖലത് അഹ്ദഹ ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. മക്കയിൽ റൈത്തത്ത് ബിൻത് സഅദ് എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവരുടെ പണി രാവിലെ നല്ല സുന്ദരമായ കൊട്ടകൾ മെനഞ്ഞുണ്ടാക്കുകയും നെയ്തുണ്ടാക്കുകയും അത് വളരെ ശക്തമായ ദൃഢമായ ഇഴകൾ ചേർത്ത് ആ കുട്ടയുടെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ അവസാനം അതിന്റെ നൂലുകൾ പിരിച്ച് അതിന്റെ പിരി അഴിച്ചുവിട്ട് അത് കണ്ട് ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരിയുടെ ഉപമ. അതുപോലെ നിങ്ങളുടെ കർമ്മങ്ങളാകരുത്. വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ശക്തമായ ദൃഢമായ ഇഴകൾ ഓടുകൂടെ പണി കഴിച്ച കുട്ട അവസാനം നൂലയിച്ചു വിട്ട് ആനന്ദിക്കുന്ന പെണ്ണിന്റെ കർമ്മം പോലെ നിങ്ങളുടെ കർമ്മമാകരുത്. അഥവാ മലയാളത്തിലെ നമ്മൾ കേട്ടു പരിചയപ്പെട്ട ഉപമ നാറാണത്ത് ഭ്രാന്തന്റേതാണ്. രാവിലെ ഖനമുള്ള കല്ലുകൾ പാറക്കല്ലുകൾ ഉരുട്ടി മലമുകളിലേക്ക് കഷ്ടപ്പെട്ടു കയറ്റുകയും അവസാനം മലയുടെ മുകളിൽ നിന്ന് വൈകുന്നേരമാകുമ്പോൾ തായോട്ട് ആ കല്ലുകൾ ഉരുട്ടിവിട്ട് അത് കണ്ട് ആനന്ദിച്ച് ചിരിച്ച് പൊട്ടിച്ചിരിച്ച് അട്ടഹസിക്കുന്ന നാരായണത്തു ഭ്രാന്തന്റെ കഥ പോലെ നമ്മുടെ ജീവിതമാകരുത്. അഥവാ പരിശുദ്ധ റമദാനിൽ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആത്മീയമായ ചൈതന്യങ്ങൾ, നമ്മുടെ ആരോഗ്യപരമായ നേട്ടങ്ങൾ, ഭൗതികവും ഈമാനികവുമായ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടുണ്ട്. ആ ചൈതന്യങ്ങളൊക്കെയും ഈ പെരുന്നാളിന്റെ ഒരു ദിവസം കൊണ്ടോ ശേഷമുള്ള ദിവസം കൊണ്ടോ നമ്മൾ കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ, നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിൽ, വൃഥാവിലാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ജീവിത രീതികളും ശൈലികളും മാറരുത്. എങ്ങനെയാണോ റമദാനിൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്തത് കൃത്യനിഷ്ഠതയോടുകൂടെ ജമാഅത്തിന്റെ വിഷയത്തിൽ, സുന്നത്തുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, അതുപോലെ ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ ദിക്റുകൾ പതിവാക്കുന്ന വിഷയത്തിൽ എങ്ങനെയാണോ നമ്മൾ ശ്രദ്ധയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് നടത്തിയത്, അതുപോലെ തന്നെ റമദാനിന് ശേഷമുള്ള ജീവിതവും നമ്മൾ ശ്രദ്ധയോടുകൂടെ കഴിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഈ റമദാൻ നമുക്ക് ഫലപ്രദമായി എന്ന് പറയാനാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ റമദാൻ കൊണ്ട് വിജയിച്ചവരിൽ, അത് പ്രയോജനപ്പെടുത്തിയവരിൽ, അത് നന്മയായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മൾ പെടുകയുള്ളൂ. അള്ളാഹു അങ്ങനെയുള്ള മുത്തഖീങ്ങളായ വിജയികളായ ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജിന്ദഗി കോ ജൈസാ റമദാൻ ബനോ
മൗത്ത് ഈദ് ജയ്സി ഹോഗി എന്നൊരു ഉറുദു കവി പാടിയ സന്ദേശം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ ആണോ നമ്മൾ റമദാനിൽ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്, അതുപോലെ ജിന്ദഗി കോ ജൈസ റമദാൻ മനാലോ, ജീവിതം മുഴുവനും പരിശുദ്ധ റമദാന് പോലെ നിങ്ങൾ ആചരിക്കുകയാണെങ്കിൽ മൗത്ത് ഈദ് ജയ്സി ഹോഗി, റമദാനിന്റെ അവസാനം ഒരു പെരുന്നാളുണ്ടെന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ അവസാനവും നമ്മുടെ മരണമാകുന്ന ആ ദിവസം നമുക്കൊരു പെരുന്നാൾ പോലെയാകും. അള്ളാഹു അങ്ങനെയുള്ള വിജയികൾ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ചോദ്യം, മക്കയിൽ ഒരു സ്ത്രീയുടെ ഉപമ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിൽ 92-ാമത്തെ ആയത്തിൽ പറഞ്ഞതായി നമ്മൾ പ്രഭാഷണത്തിൽ ഉദ്ധരിച്ചിരുന്നു. ആ സഹോദരിയുടെ പേര് എന്താണ് എന്നാണ് ടൈപ്പ് ചെയ്ത് മെസ്സേജായി അയക്കേണ്ടത്. جدد حياة القلب بالقرآن كي تطمئن الروح بالإيمان واتلوه بالآناء واستمطر به فيض الرضا وسحاب